ഡെന്റിസ്റ്റിന്റെ ശത്രു മറ്റൊരു ഡെന്റിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എന്നാൽ അതന്നെയാണ് ആക്ച്വലി സംഭവിക്കുന്നത്. BDS ഒരുപാട് സാച്ചുറേറ്റഡ് ആണ്, BDS പഠിച്ചിട്ട് കാര്യമല്ല എന്നൊക്കെ ഒരുപാട് നെഗറ്റിവിറ്റിയാണ് ഇപ്പം BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ കേൾക്കുന്നത്. ആക്ച്വലി അങ്ങനെ BDSനായിട്ടൊരു പ്രത്യേക സാച്ചുറേഷൻ പോയിന്റോ BDS എടുത്തിട്ട് കാര്യമില്ലായ്മയില്ല. ജോലിയില്ലാതെ നിൽക്കുന്ന ഒരുപാട് എഞ്ചിനീയറുകളും ഒരുപാട് മെഡിസിൻ ഡോക്ടേഴ്സും എല്ലാം ഉണ്ട് നമുക്ക് ചുറ്റും തന്നെ. പക്ഷേ ഈ BDSകാർക്ക് ആക്ച്വലി പ്രത്യേകം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുപാട് സീനിയർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിനാഷണൽ ഡെന്റൽ ക്ലിനിക്കുകൾ റൺ ചെയ്യുന്ന ശൃംഖലകളൊക്കെ യങ് ഡെന്റിസ്റ്റ്, അതായത് പുതിയതായിട്ട് ഇറങ്ങുന്ന ഡെന്റിസ്റ്റുകളെ വെറും 10 to 15K സാലറി കൊടുത്തിട്ട് നിൽക്കുന്നു. പക്ഷെ എന്നാൽ പോലും അതേ സാലറി അവർ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റിന് കൊടുക്കുന്നു, അതേ സാലറി അവരവിടെ നിൽക്കുന്ന നേഴ്സിന് കൊടുക്കുന്നു. അപ്പം കഷ്ടകാലം കൊണ്ട് ഇറങ്ങിയ ഡെന്റിസ്റ്റ് എന്ത് ചെയ്യുന്നു? പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയ ഡെന്റിസ്റ്റ് പ്രാക്ടീസ് നഷ്ടപ്പെടേണ്ട അല്ലെങ്കിൽ കരിയറിലൊരു ബ്രേക്ക് വരേണ്ടെന്ന് കരുതിയിട്ട് നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ക്ലിനിക്കുകളിൽ പോയി ഇതേപോലെ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതോടുകൂടി എന്തായി? ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ സെറ്റായിപ്പോയി. ബേസിക് സാലറി എന്നത് 15,000-ൽ നിന്ന് പോകുന്നു. ആക്ച്വലി എന്ത് ചെയ്യണം ചെയ്യാൻ, നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങുന്ന ഡെന്റിസ്റ്റുകൾ കൂട്ടത്തോടെ തീരുമാനം എടുക്കണം. ഇങ്ങനെ ഒരു ബേസിക് സാലറി ഒരു 25,000 എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പോസിബിൾ അല്ല എന്നുള്ളത്. ഇനീഷ്യലി ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തേക്കാം, പക്ഷേ ആ ഒരു സ്ട്രഗിൾ എന്തായാലും വലിയൊരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും.